ഹായ് മക്കളെ, മേ ബി ഒരു വീഡിയോ വിവാദമായേക്കാം. വെറുതെ പറയല്ല കേട്ടോ. കഴിഞ്ഞ വർഷം ഇതേ ഒരു വിഷയത്തിൽ അജാസ് സാർ വീഡിയോ ചെയ്തപ്പോൾ കേരളത്തിലെ പ്രമുഖ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് ന്യൂസായിട്ട് അത് വന്നിരുന്നു. അജാസ് സാർ പറഞ്ഞ കാര്യമൊന്നും, പക്ഷെ അത് അവിടെ എഴുതി പിടിപ്പിച്ച് ന്യൂസായി വന്ന സമയത്ത് അത് വേറെ വലിയൊരു കാര്യമായിട്ട് മാറുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ചെറിയൊരു മുന്നറിയിപ്പ് ആദ്യമേ തരികയാണ്. ആൻഡ് ഈ വീഡിയോ കാണുന്ന സ്റ്റുഡൻ്റ് അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും കൂടി പറയുകയാണ്, ഞാൻ ഈ വീഡിയോ എന്ത് ഉദ്ദേശത്തിലാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ദയവായി എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ട് കാണുക. ഇതൊരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു ബേസിസും കൂടി പറഞ്ഞുതരാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് മെസ്സേജിലൂടെ എന്ത് ചെയ്യുന്നു, പലരും ചോദിച്ച സംശയമാണ്, സാർ ശരിക്കും അറ്റൻഡൻസ് ക്ലോസ് ചെയ്തോ? അതിൻ്റെ ഒരു റിയാലിറ്റി എന്താ? സ്കൂളിൽ ചോദിക്കുന്ന സമയത്ത് ഒരു ഉത്തരമാണ് കിട്ടുന്നത്, വേറെ സ്കൂളിലെ വേറെ ടീച്ചേഴ്സിനോടോ മറ്റാരോടോ ചോദിക്കുന്ന വേറെ ഉത്തരമാണ് കിട്ടുന്നത്. ചില സ്കൂളുകളിൽ അറ്റൻഡൻസ് ക്ലോസ് ചെയ്തു എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതെന്ത് ചെയ്തു, ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിനോടും പ്രിൻസിപ്പാൾമാരോടൊക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയൊരു മറുപടിയാണ് ബേസിക്കലി ഒരു വീഡിയോ. അപ്പം ഞാനിത് പറയുന്നത് ഒരു ആസ് എ ടീച്ചർ കൂടിയാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറയില്ല, ഇത് പക്ക ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂളിലെ ടീച്ചേഴ്സ് നല്ലൊരു ഉദ്ദേശത്തോടുകൂടി, നന്മ ഉദ്ദേശമുണ്ട്, നിങ്ങളെ നന്മ ഉദ്ദേശമുണ്ട് കൊച്ചു കൊച്ചു കള്ളങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ടെന്നത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം കേട്ടോ. അല്ലാതെ സ്കൂളിലെ ടീച്ചേഴ്സ് കള്ളന്മാരാണ്, അവർ മോശപ്പെട്ട നിങ്ങളോട് കള്ളം പറയാമെന്നുള്ള പരിപാടിയൊന്നുമല്ല. ഈ അറ്റൻഡൻസ് എന്നുള്ള സാധനം എന്താ ശരിക്കും? നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു വർക്കിംഗ് ഡേ വീട്ടിൽ നിന്ന് യൂണിഫോം മാറ്റി പുറപ്പെട്ട് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ വർക്കിംഗ് ഡേ ആണ്, സ്കൂളിൽ എത്തി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള തെളിവാണ് ബേസിക്കലി അറ്റൻഡൻസ്. അതുകൊണ്ട് അറ്റൻഡൻസ് ക്ലോസ് ചെയ്തിട്ടില്ല. ടീച്ചേഴ്സ് പറയുന്നത് ശരിയാണ്, അറ്റൻഡൻസ് ക്ലോസ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എന്താ, ഈ ദിവസങ്ങളിലൊക്കെ ഈ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളൊക്കെ എന്താണ്, പല ദിവസങ്ങൾ വർക്കിംഗ് ആണ്. ഇനി സെക്കൻഡ് സാറ്റർഡേയോ അല്ലെങ്കിൽ സൺഡേ ഒക്കെ ആണെങ്കിൽ വർക്കിംഗ് അല്ല, പബ്ലിക് ഹോളിഡേസിൽ വർക്കിംഗ് അല്ല. ബാക്കി സ്കൂളുകളിൽ സ്കൂൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്കൂളിൽ പോകുകയാണെങ്കിൽ ബേസിക്കലി അറ്റൻഡൻസ് ഉണ്ട്. അവിടെ വന്നവരും വരാത്തവരും ഏതാണെന്ന് അവർക്ക് അറ്റൻഡൻസ് ലോഗ് ചെയ്യണം. അതെന്താണ്, അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സെൻസിൽ അറ്റൻഡൻസ് എന്ത് ചെയ്തില്ല, ക്ലോസ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ശരി. ഇനി ഇപ്പോൾ സ്കൂളുകൾ എന്താ നടക്കുന്നതെന്ന് കൂടി നോക്കാം. ഇപ്പോൾ സ്കൂളുകളിൽ സീരീസ് എക്സാം, പ്രീ മോഡൽ എക്സാം എന്നുള്ള പല രീതിയിലുള്ള എക്സാംസ് നടക്കുന്നുണ്ട്. എക്സാംസ് എന്തുകൊണ്ട് നല്ല കാര്യം, കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, കൂടുതൽ പ്രാക്ടീസ് കിട്ടുന്നുള്ളൂ. കുട്ടികൾക്ക് പൊതുവെ എക്സാംസ് ഇഷ്ടമില്ലെങ്കിലും ഇതൊക്കെ നല്ല കാര്യം കേട്ടോ, വളരെ നല്ല കാര്യമാണ്. അതുപോലെ റിവിഷൻ ക്യാമ്പുകളായിരിക്കും പല സ്കൂളുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മേ ബി പഠിപ്പിക്കുന്ന അതേ ടീച്ചേഴ്സോ അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ വേറെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ പണം ചിലവാക്കിയിട്ടൊക്കെ പുറത്തുനിന്നുള്ള ടീച്ചേഴ്സിനെ കൊണ്ടുവന്നുള്ള കിഡിലൻ റിവിഷൻ ക്ലാസ്സുകളൊക്കെ സ്കൂളിൽ നടക്കുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ് കേട്ടോ. നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൽ സാധാരണക്കാരായുള്ള കോച്ചിങ് ഒന്നും കിട്ടാത്ത പല കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയുള്ള ഇതുപോലെയുള്ള പ്രോസസ്സൊക്കെ നല്ലതാണ്. അതിനൊക്കെ അറ്റൻഡൻസ് വേണം, കാരണം അവിടെ നിങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു തെളിവുണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ശരി, ഇനി കുട്ടികൾ അറ്റൻഡൻസ് ക്ലോസ് ചെയ്തെന്ന് ചോദിക്കുന്ന അർത്ഥം വേറെയാണ്. അതെനിക്ക് മനസ്സിലാവും, കാരണം അത് ലീവ് എടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാനാണ്. ബേസിക്കലി സ്കൂളിൽ പോവാതെ വീട്ടിലിരുന്ന് എന്തെങ്കിലും പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ, നല്ല ഉദ്ദേശത്തോടെയാണ് കുട്ടികൾ പറയുന്നത്. അല്ലാതെ വെറുതെ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പഠിക്കുക എന്നുള്ള ഉദ്ദേശമില്ല. കാരണം ഇനി എക്സാമിന് അധികം സമയമൊന്നുമില്ല. ഒരുപാട് പഠിക്കാനൊക്കെ ഉള്ളവർ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുന്ന യാത്ര അല്ലെങ്കിൽ അവിടെയുള്ള മേ ബി ബാക്കി ഫ്രണ്ട്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, ചിലപ്പോൾ വേറെ കുറേ കാര്യങ്ങളിൽ ഇടപെടുന്നതുകൊണ്ട് കുറേ ടൈം വേസ്റ്റ് ആയി തോന്നും. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഈ എക്സാംസ് നടക്കുന്നതൊക്കെ ടെൻഷൻ കാരണം, പേടി കാരണം, പഠിക്കാത്ത കാരണം എക്സാംസ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഈവൻ അവർക്ക് നല്ലതാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പിന്നെ സ്കൂളിൽ ഇപ്പോൾ ഈ റിവിഷൻ ക്ലാസ് ചിലപ്പോൾ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അതുകൊണ്ട് അവർ സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു കൂട്ടം കുട്ടികളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ ആ അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അറ്റൻഡൻസ് ക്ലോസ് ചെയ്തിട്ടില്ല. സംഭവം അറ്റൻഡൻസ് ക്ലോസ് ചെയ്തില്ല. സ്കൂളിൽ എക്സാമും റിവിഷൻ ക്ലാസ് നടക്കുന്ന സമയത്ത് അറ്റൻഡൻസ് ക്ലോസ് ചെയ്തിട്ട് അറ്റൻഡൻസ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ കുട്ടികളോട് അവർ നൈസിൽ ചില കുട്ടികൾ ടീച്ചേഴ്സ് പറയും, നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടൂല, ഈ വരുന്ന സംഭവം നടന്നില്ല, നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടില്ല എന്ന് പറയാറുണ്ട്. അത് എന്തല്ല, ശരിയല്ല. ഞാൻ ചോദിച്ച് മനസ്സിലാക്കി, ഞാനത് കൺഫേം ചെയ്തതാണ്. അറ്റൻഡൻസ് ബേസ് ചെയ്തിട്ട് ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു മിനിമം മാർക്ക് ഇല്ലെങ്കിൽ അറ്റൻഡൻസ് എന്തില്ല, അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എന്തില്ല, നിങ്ങൾക്ക് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യപ്പെടില്ല. അതായത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ആ ഒരു കൂട്ടർ ആരാ, നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് ഒരുപാട് ലീവ് ആക്കിയവരൊക്കെ ബേസിക്കലി അവർക്ക് ഹോൾ ടിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, എക്സാം എഴുതാൻ പറ്റാത്തവരുണ്ടാവും. ബാക്കി സ്കൂളുകളിലെ മെജോറിറ്റി നിങ്ങൾ അത്യാവശ്യം പെർസെൻറ്റേജ് അറ്റൻഡൻസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഹോൾ ടിക്കറ്റ് രജിസ്റ്റർ ആയിട്ടുണ്ട്. ആസ് എ +1 വിദ്യാർത്ഥി ഹോൾ ടിക്കറ്റ് രജിസ്റ്റർ ആയിട്ടുണ്ട്. സ്കൂളുകൾ മേ ബി ഡിസ്ട്രിബ്യൂഷൻ പോലും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, മേ ബി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഹോൾ ടിക്കറ്റ് രജിസ്റ്റർ ആയി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റൻഡൻസ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ലീവ് എടുത്താൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല, അതായത് നിങ്ങളുടെ അറ്റൻഡൻസ് കുറയും, അതുകൊണ്ട് ഹോൾ ടിക്കറ്റ് തരില്ല എന്ന് പറയുന്നത് എന്തല്ല, ഒരു ശരിയല്ല എന്നാണ്
ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ. ഇനി ഇതിന് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റായുള്ള കാര്യം ഉണ്ടെങ്കിൽ ആർക്കും ഇത് അറിയുമെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. പക്ഷേ ഞാൻ ചോദിച്ച സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇതേ മറുപടിയാണ് പറഞ്ഞത്. സോ ബേസിക്കലി നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ലീഗലായിട്ട് അറ്റൻഡൻസ് ഒരു മിനിമം മാർക്ക് എക്സാമിന് വേണ്ടി ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷെ അവിടെ വേറൊരു വശം കൂടി ഉണ്ട്. സി മാർക്ക് +1 വിദ്യാർത്ഥികൾക്ക് ക്ലോസ് ആയിട്ടില്ല, അത് അപ്ലോഡ് ചെയ്യേണ്ട ഡേറ്റ് വന്നിട്ടില്ല എന്നാണ് ചോദിച്ച സമയത്ത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആ ഒരു മൊമെന്റ് വരെ സി അപ്ലോഡ് ആയിട്ടില്ല. അതുകൊണ്ട് ഈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലെ ടീച്ചേഴ്സിന് മാത്രം അവർ എന്താണ് നിർണ്ണയിക്കുന്ന മാർക്കാണ്, നിങ്ങളുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിൽ ഇതുപോലെയുള്ള എക്സാംസും ക്യാമ്പുകളും അതിലെ അറ്റൻഡൻസും ഓവറോൾ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് അവർക്ക് നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു മാർക്കാണ് സി മാർക്ക്. അപ്പോൾ നിങ്ങൾ സ്കൂൾ ടീച്ചേഴ്സ് നല്ല അടിപൊളി ക്യാമ്പുകളും എക്സാംസ് നടത്തുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി തിരസ്കരിച്ചുകൊണ്ട് അതിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന സമയത്ത് മേ ബി അത് സി മാർക്കിനെ ബാധിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സി മാർക്ക് അപ്ലോഡ് ആവുന്നവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് പറയാൻ പറ്റില്ല. +1 സി മാർക്ക് ക്ലോസ് ചെയ്തിട്ടില്ല. പക്ഷേ എക്സാം എഴുതാൻ വേണ്ട അറ്റൻഡൻസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ കൺക്ലൂഷൻ കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അതായത് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ ഇതൊരു ആഹ്വാനമൊന്നുമല്ല കേട്ടോ. അതായത് ചിലപ്പോൾ മേ ബി ന്യൂസിലൊക്കെ വരും, എന്താണ് എഡ്യൂപോർട്ടിൽ ഒരു സാറ് വന്നിട്ട് എന്തെങ്കിലും സുഹേൽ സാർ വന്ന് പറയുന്നു നിങ്ങൾ സ്കൂളിൽ പോകണ്ടെന്ന് ആഹ്വാനം ചെയ്തു, കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുക, അങ്ങനെ ഒന്നുമല്ല കേട്ടോ. അതായത് നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ട മിനിമം അറ്റൻഡൻസ് സ്കോർ ചെയ്ത് നിങ്ങൾ സെക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ സ്കൂളിൽ ഈ പ്രോസസ്സിലൊന്നും പങ്കെടുത്തെങ്കിൽ മേ ബി ഓർ മേ നോട്ട് ബി നിങ്ങളെ സി മാർക്കിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഫൈനൽ വേർഡിക്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള വീഡിയോ ആണ്. സോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അവരും ഇത് പൂർണ്ണമായി കാണുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം താഴ്ന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഫൈനലായിട്ട് എനിക്ക് ജയിലിൽ പോകാനൊന്നും ആഗ്രഹമില്ല, അതുകൊണ്ടാണ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇതൊരു നല്ല ഉദ്ദേശത്തിൽ 2 വശം കൂടി പറഞ്ഞ് മാക്സിമം ഒപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ.